എന്റെ മോളെ എന്തൊരടിയായിരുന്നു കോളേജില്. അതെപ്പോഴുള്ളതല്ലേ, സീനിയേഴ്സും ജൂനിയേഴ്സും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അടി. അതെല്ലാം സഹിക്കാം. ആ തടിച്ച് പൊന്നമ്മയെ സഹിക്കാൻ പറ്റാത്ത ഒടുക്കത്തെ പാർഷ്യാലിറ്റി നിങ്ങൾ ഒന്നിനും കണ്ണു കണ്ടൂടാ. ഇങ്ങനെയുണ്ടോ മിസ്സുമാര്? എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഓരോരുത്തർ. പിന്നെ നിങ്ങളുടെ കയ്യിലെ സ്വഭാവം അത്ര നല്ലതാണല്ലോ. ആദ്യം കയ്യിലിരിപ്പ് നന്നാക്കണം. ജോണി ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ നേരത്തെ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടാവും. ഇനി അവൻ കോളേജിൽ പോയോന്ന് തന്നെ തമ്പുരാനറിയാം. നീ കുറച്ചേരം ഇവിടെ നിൽക്കുക, നമുക്ക് അവൻ വരുന്നുണ്ടോ നോക്കാം. എടി, അവൻ ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല. കാത്തു നിൽക്കുന്ന നമ്മൾ വെറുതെ പൊട്ടന്മാരാവും. നീ വാ. നിനക്ക് എപ്പോഴും അവനെ കുറ്റം പറയാനല്ലേ നേരമുള്ളൂ. അയ്യാ, ഒരനിയ സ്നേഹം. സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, അവനെപ്പോലത്തെ ഉടായി പൈറ്റം ഈ നാട്ടിലില്ല. കണ്ണ് തെറ്റി അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ്. നീ പറഞ്ഞത് ശരിയല്ലാതില്ലാതില്ല. എൻ്റെ കൊടുക്കാരെ പൈസ എടുത്തിട്ട് എനിക്ക് തന്നെ സിപ്പപ്പ് വാങ്ങി തന്നവനവൻ. കറക്റ്റ്. എനിക്കതൊക്കെ കാണുമ്പോണ്ടല്ലോ പിന്നെ ഒരയ്ക്കാൻ തോന്നും. കഴിഞ്ഞോ? എന്ത് ഒരച്ച് കഴിഞ്ഞോ? ഞങ്ങളിങ്ങനെ ഓരോ നാട്ടുകാർ സംസാരിക്കുമായിരുന്നു. ഞാൻ കേട്ടു നിങ്ങളുടെ നാട്ടുകാരും. നിങ്ങളെൻ്റെ പെങ്ങന്മാർ തന്നെയാണല്ലോ അല്ലേ? അല്ലേലും എനിക്കിത് തന്നെ വേണം. പാവം ഞാൻ കഷ്ടപ്പെട്ട ആ കുഞ്ഞോൻ ചേട്ടൻ്റെ മാവിക്കേറി ഉറുമ്പിൻ്റെ കടിയും കൊണ്ട് കയ്യിലെ തൊലിയും പോയി 2 മാങ്ങ പറിച്ച് പെങ്ങന്മാരുടെ ഒപ്പം തിന്നാലോന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ എന്നെപ്പറ്റി അപവാദം പറയുന്നു. എനിക്കിത് തന്നെ വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നമ്മുടെ ജോലിക്കുട്ടൻ പാവാണേ, അവനെ പോലെ ഒരു അനിയൻ കിട്ടിയ നമ്മുടെ ഭാഗ്യാന്നൊക്കെ. പിന്നെ ഇവൾ ഓരോന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോൾ ഞാനും അറിയാതെ പറഞ്ഞു പോയി. ഞാനോ? എപ്പോ? നീയല്ലേ? മതി, നിർത്ത്. നീ കൊച്ചുകൊണ്ടുവന്ന മാങ്ങ തിന്ന്. ആ തിന്ന് തിന്ന് തിന്ന്. എൻ്റെ അപവാദവും പറഞ്ഞ് തല്ലിപ്പൊട്ടിച്ച് തന്നെ തിന്ന്. നീ പോ മോനെ ജോണിക്കുട്ടാ. ഡിഡി മാറി നിൽക്ക്, ആ വണ്ടിയെ പോട്ടെ. ഏതടി വേട്ടവിളിയൻ? കുറച്ച് ദിവസമായല്ലോ കാണുന്നു. ഇപ്പൊ കൊണ്ടുവന്ന് എനിക്കില്ലേ മാങ്ങ? ഇന്നാ തിന്ന്. കുറച്ച് ദിവസമായില്ലടാ അവനിവിടെ കാണുന്നു. ആരാടാ അവൻ? നിനക്കറിയാവോ? ഏതെങ്കിലും മുഴുത്ത വായി നോക്കി അവിടെ ഡേണ്ടയുടെ നമ്മുടെ മാതാജി നിൽക്കുന്നു. ഹായ് മമ്മ. വീട്ടിൽ പോടാ. അതെന്നാടി അമ്മയ്ക്ക് ഇപ്പൊ നമ്മളോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നും ഇല്ലാത്ത? പിന്നെ സ്നേഹിക്കാൻ പറ്റിയ മുതലുകളല്ലേ നമ്മള്. അതെന്നാ നമ്മൾ സ്നേഹിച്ച? അയ്യാ എന്റെ ജോണി, നീ അറിഞ്ഞാ ടോണിക്ക് പുതിയ ലൈനൊക്കെ പറയണ കേട്ടു മോനെ. ഇവക്കോ ലൈനോ? അതെന്നാണ് എനിക്ക് ലൈനായാല്. എന്നാടാ അവക്കൊരു കുഴപ്പം? പറയടാ. പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തൊക്കെ തരുമോ അളിയാ? കുഞ്ഞോഞ്ചേട്ടൻ പാഠം കൊടുത്ത മാവേലെ മാങ്ങ പറിക്കാൻ നിന്നോട് അല്ലാടി പറഞ്ഞേ? ഞാനോ? കണ്ടൊരു കല്ലി ഞാൻ മാങ്ങായി നിന്നോണ്ട് വരുന്നത്. ബാക്കിയുള്ളവരെ നാട്ടുകാരുടെ തെറുകേൽപ്പിക്കാനുണ്ടായ 3 എണ്ണങ്ങള് മൂത്തതാന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലടി. ഇപ്പോഴും മുറ്റടിക്കടി. മൂത്തതായ എന്റെ കുറ്റമാണോ? അല്ലടി, എല്ലാം എന്റെ കുറ്റവാടി. ഇങ്ങനത്തെ ഓരോ മറുതകള്. എടി, ഞാൻ പറഞ്ഞില്ലേ അവളുണ്ടായി പോന്ന്. അപ്പൊ നീ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്കെന്നെ ഓരക്കണോ? ഓടെ കോപ്പേ.